മാന്യപ്രേക്ഷകർക്ക് ആറ്റുകാൽ ജ്യോതിശാസ്ത്രം പരിപാടിയിലേക്ക് സ്വാഗതം. ജൂലൈ മാസം 28 മുതൽ ആഗസ്റ്റ് 3 വരെയുള്ള വാരഫലമാണ് ഇപ്പോൾ പ്രവചിക്കുന്നത്. ഈ വാരത്തിൽ വളരെ വിശേഷപ്പെട്ട ഒരു വാരമാണ്. അമാവാസി ഒരിക്കലാണ്, ശ്രാദ്ധം നടക്കുന്ന സമയമാണ്, കർക്കിടക വാവുബലി. 2024 ആഗസ്റ്റ് മാസം 3-ാം തീയതി 1199 കർക്കിടക മാസം 19 ശനിയാഴ്ചയാണ്. പുണർദം നക്ഷത്രവും കൃഷ്ണപക്ഷത്തിൽ ചതുർദശിയും ചേർന്ന ദിവസമാണ് കർക്കിടക വാവുബലി. തലേ ദിവസം ഒരിക്കലും ഈ ദിവസം പുണർദം നക്ഷത്രവും ചതുർദശി കൃഷ്ണപക്ഷത്തിൽ ചതുർദശിയും കൂടെ ചേരുന്ന ദിവസമാണ് കർക്കിടക വാവുബലി ആരംഭിക്കുന്നത്. രാവിലെ മുതൽ കർക്കിടക വാവുബലി ഉണ്ട്. എല്ലാവരും വെളുപ്പിന് മുതൽ തുടങ്ങുന്നുണ്ട് കർക്കിടക വാവുബലി. പിതൃക്കൾക്ക് വേണ്ടിയിടുന്ന പ്രധാന ഒരു ചടങ്ങാണ് ശ്രാദ്ധം, അതായത് വാവുബലി. ആലുവ, തിരുവല്ലം പരശുരാമ ക്ഷേത്രം തുടങ്ങി വിഷ്ണു ക്ഷേത്രങ്ങളിലും എല്ലാ നദീക്കരകളിലും പുണ്യക്ഷേത്രങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും എല്ലാം കടലിലും എല്ലാം ബലിയിടുന്നതിന് വളരെ വിശേഷപ്പെട്ട ചടങ്ങാണ്. വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രം, ഇങ്ങനെ നിരവധി ക്ഷേത്ര, തിരുനെല്ലി, തിരുനാവായ, ഇങ്ങനെ പല നവാമുകുന്ദ ക്ഷേത്രം, ഇങ്ങനെ അതാത് സ്ഥലത്ത് പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളും പ്രത്യേകിച്ച് വിഷ്ണു ക്ഷേത്രങ്ങളിൽ വളരെ വിശേഷപ്പെട്ട ഒരു ചടങ്ങാണ് അമാവാസി ഒരിക്കലും, അതുപോലെ തന്നെ ശ്രാദ്ധവും. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആത്മാവിന് മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ബലിയിട്ട് പിണ്ടം വയ്ക്കുക എന്ന ഒരു ചടങ്ങുണ്ട്. നമ്മുടെ മനുഷ്യരുടെ ഒരു വർഷം എന്ന് പറയുന്നത് 365 ദിവസമാണ്. ആ ദിവസം ഒന്ന് പിതൃക്കൾക്ക് ഒരു ദിവസമാണ്. നമ്മുടെ ഒരു വർഷം എന്ന് പറയുന്നത് പിതൃക്കൾക്ക് ഒരു ദിവസമാണ്. അന്നത്തെ ദിവസം പിതൃലോകത്ത് നിന്നും നമ്മൾ മരിച്ചുപോയ മാതൃപിതൃ വഴിയിലുള്ള നമ്മളുടെ ബന്ധുക്കൾ, അതായത് മരിച്ചുപോയ പിതൃക്കൾ, അവരുടെ ആത്മാവ് ഭൂമിയിലേക്ക് വരികയും ഈ ശ്രാദ്ധം കൂട്ടി നമ്മൾ തൃപ്തിപ്പെടുത്തി കൊടുക്കണമെന്നുള്ള ഒരു ചടങ്ങാണ് ഹിന്ദു ആചാരപ്രകാരം. പ്രത്യേകിച്ച് കാരുടെ പുരാണം അനുസരിച്ച് അവരുടെ ഒരു ആത്മാവിൻ്റെ ഒരു സാന്നിധ്യം വരുന്ന സമയത്ത് നമ്മൾ അവരുടെ ഒരു മോക്ഷപ്രാപ്തിക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഒരു നല്ല ഐശ്വര്യത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ പിതൃപരമ്പരയിൽ, അതായത് നമ്മുടെ സന്താനങ്ങൾക്ക് അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകാൻ വേണ്ടിയിട്ട് പിണ്ടം വെച്ച് മോക്ഷപ്രാപ്തി വരുത്തണം എന്നുള്ള രീതിയാണ് ചടങ്ങ് കൊണ്ട് പ്രധാനപ്പെട്ടത്. അപ്പോൾ ഏതായാലും അന്നത്തെ ദിവസം വളരെ പ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ട് ചിലരിപ്പോൾ ക്ഷേത്രത്തിൽ പോകാൻ കഴിയില്ലാത്തവർക്ക് വീട്ടിൽ തന്നെ ചടങ്ങ് നടത്തുന്നുണ്ട്. ഈ കോവിഡിന് ശേഷം മിക്കവാറും പേര് വീട്ടിൽ വെച്ചാണ് ഈ ചടങ്ങുകളൊക്കെ നടത്തുന്നത്. അതും ചെയ്യാവുന്നതാണ്. അതിൻ്റെ ചടങ്ങുകളൊക്കെ പ്രത്യേക രീതിയിൽ തന്നെ ഉണ്ട്. ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകാൻ അത് സഹായിക്കും. ജൂലൈ മാസം 28-ാം തീയതി മുതൽ ആഗസ്റ്റ് 3 വരെയുള്ള വാരഫലം ചിന്തിക്കുമ്പോൾ മേടരാശിക്കാരെ സംബന്ധിച്ചോളം, അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രം മേടരാശിക്കാരെ സംബന്ധിച്ചോളം പൊതുവെ ഈ വാരം നന്നായിരിക്കും. സാമ്പത്തികമായിട്ടും ഐശ്വര്യവും ഭാഗ്യപുഷ്ടിയും സന്തോഷവും എല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യമെങ്കിലും അതിൽ നിന്നൊരു മോചനം പ്രതീക്ഷിക്കാം. സഹോദരാദി ഗുണം ഈ വാരത്തിലുണ്ടാകും. ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ചെറിയ പ്രയാസങ്ങളോ അസ്വസ്ഥതകളോ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഈ വാരത്തിൽ മാറിക്കിട്ടും. മനസ്സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു വാരമായിരിക്കും പൊതു ഈ വാരം. ഇടവരാശി. കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 30 നാഴിയും കൂടി ചേരുന്ന 2.25 നക്ഷത്രമാണ് ഇടവരാശി. ഇടവരാശിക്കാർക്ക് ഇപ്പോൾ ജന്മവേടം നിൽക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് ശ്രീരാമൻ വനവാസത്തിന് പോയ സമയമെന്നാണ് പറയുന്നത്. അത്ര കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാവും. കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ശാരീരിക ക്ലേശങ്ങളുണ്ടാവും. ദാമ്പത്യ സുഖക്കുറവ് അനുഭവപ്പെടും. മുൻകോപം പിടിവാശം കഴിയുന്ന കുറയ്ക്കണം. മദ്യപാനമോ വീഴ്ചകളോ മുറിവുകളോ അപകടങ്ങളോ മദ്യപാനം മുഖേന വീഴ്ചകളോ മുറിവുകളോ അപകടങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശാരീരിക ക്ലേശങ്ങൾ അനുഭവപ്പെടും.
ചിലപ്പോൾ പ്രഭാത സവാരിക്കൊക്കെ ഇറങ്ങുന്നവരൊക്കെ ആണെങ്കിൽ വളരെ സൂക്ഷിക്കുക. വാഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, വീഴ്ചകൾ, മുറിവുകൾ, അപകടങ്ങൾ ഇതൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ വാഹന സവാരിക്ക് ഇറങ്ങുന്ന സമയത്ത്, പ്രഭാത സവാരിക്ക് ഇറങ്ങുന്ന സമയത്ത് ചിലർ പാട്ട് കേൾക്കുക, മൊബൈൽ കൊണ്ട് നടക്കുക, സംസാരിച്ചുകൊണ്ട് നടക്കുക. അപ്പോൾ ശ്രദ്ധകളൊക്കെ മാറിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വാഹനം ഓടിക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. കർമ്മ സംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മിഥുനരാശി മകയിരത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മിഥുനരാശി. മിഥുനരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക നില മെച്ചമായിരിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. മാതൃപിതൃ ഗുണം പ്രതീക്ഷിക്കാം. സഹോദരാദി ഗുണം ഈ വാരത്തിൽ ഉണ്ടാകും. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഉദ്ദേശിക്കുന്ന പല കാര്യം, വളരെ ആളുകളായിട്ട് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പൊതുവെ ഈ വാരം നന്നായിരിക്കും. കർക്കിടരാശി പുണർത്തിൻ്റെ അവസാനത്തെ 15 നാഴികയും പൂയും ആയില്യം കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കർക്കിടരാശി. കർക്കിടരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക നില മെച്ചമായിരിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യതയുണ്ടാകും. ഗൃഹവാഹന സൗഖ്യം പ്രതീക്ഷിക്കാം. ധനപരമായിട്ട് നന്നായിരിക്കും. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സന്താന ഗുണം പ്രതീക്ഷിക്കാം. പൊതുവെ ഈ വാരം ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടൊഴിച്ചാൽ പൊതുവെ ഈ വാരം നന്നായിരിക്കും. ചിങ്ങരാശി മകം പൂരം ഉത്തരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 ആഴ്ച ചേരുന്ന 2.25 നക്ഷത്രമാണ് ചിങ്ങരാശി. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ധനപരമായിട്ട് വളരെ നന്നായിരിക്കും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. ഗൃഹവാഹനാദി ഗുണം ഈ വാരത്തിലുണ്ടാവും. ഭൂമി വാങ്ങിക്കുന്നതിനും വീട് വാങ്ങിക്കുന്നതിനൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. നേട്ടങ്ങളുണ്ടാവും. ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് അത്ര അനുകൂല സമയമല്ല. ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും വിധത്തിൽ മുൻകോപം പിടിവാശിയൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പൊതുവെ ഈ വാരം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കാം. ജോലിഭാരം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കന്നിരാശി ഉത്തരത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 30 നാഴിക കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് ഈ വാരം പിതാവിനോ പിതൃബന്ധുക്കൾക്കോ അരിഷ്ടതയൊക്കെ ഉണ്ടാവും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. മാതൃഗുണം ഈ വാരത്തിലുണ്ടാവും. ദാമ്പത്യ സുഖക്കുറവോ വിരഹ ദുഃഖമോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. പൊതുവെ സഹോദര സ്ഥാനികളിൽ നിന്നും ഗുണാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ധനപരമായിട്ടും ഈ വാരം നന്നായിരിക്കും. ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തുലാം രാശി ചിത്രയുടെ അവസാനത്തെ 30 നാഴികയും ചോദ്യവും വിശാഖത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് തുലാം രാശി. തുലാരാശിക്കാർക്ക് ഈ വാരം ആരോഗ്യപരമായിട്ട് മെച്ചമായിരിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. ചെറിയ ചെറിയ വീഴ്ചകളോ മുറിവുകളോ അപകടങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശത്രുക്കൾ വർദ്ധിക്കും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. സന്താന ഗുണം ഈ വാരത്തിലുണ്ടാകും. മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഈ വാരത്തിൽ ചെറിയ ചെറിയ വിഷമങ്ങളോ പ്രയാസങ്ങളോ മാനസികമായിട്ടുള്ള ടെൻഷനോ തടസ്സങ്ങളോ അനുഭവപ്പെടുമെങ്കിലും അതെല്ലാം അതിജീവിക്കാൻ സാധിക്കും. നന്നായിരിക്കും. വൃശ്ചികരാശി വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴിക അനിഴവും തൃക്കേട്ടയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് വൃശ്ചികരാശി. വൃശ്ചികരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖവും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും സമ്പത്ത് പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. സന്താന ഗുണം പ്രതീക്ഷിക്കാം. ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുൻകോപം പിടിവാശി കഴിയും കുറയ്ക്കണം. അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യത വളരെ കൂടുതലാണ്. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രീതി വരുത്തുക. തുളസിപ്പൂ കൊണ്ട് അർച്ചന നടത്തുക. ദോഷങ്ങളെല്ലാം മാറി ഐശ്വര്യം ഉണ്ടാവും. ധനുരാശി മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 ആഴ്ച ചേരുന്ന 2.25 നക്ഷത്രമാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് ഈ വാരം മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാകും. കർമ്മസംബന്ധമായിട്ട് പല വിധത്തിലുള്ള ഐശ്വര്യവും അഭിവൃദ്ധിയും ധനലാഭവും പ്രതീക്ഷിക്കാം. മനസ്സമാധാനവും സന്തോഷവും ലഭിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് ചെറിയ ചെറിയ ശാരീരിക ക്ലേശങ്ങൾ, കാലുവേദന, നടുവേദന, വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, വീഴ്ചകളൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.
ഏതെങ്കിലും വിധത്തിൽ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ചെറിയ ചെറിയ വിഷമങ്ങൾ ഒഴിച്ചാൽ പൊതുവികാരം നന്നായിരിക്കും. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രീതി വരുത്തുക. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോ ഗുരുവായൂർ ക്ഷേത്രത്തിലോ അതുപോലെ കൃഷ്ണൻ അമ്പലത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ പോകുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ബുധനാഴ്ച ദിവസം പോകുന്നതും വളരെ നന്നായിരിക്കും. പാൽപ്പായസം കഴിപ്പിക്കുക, തുളസിപ്പൂ കൊണ്ട് അർച്ചന നടത്തുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, മഹാസുദർശന യന്ത്രം ധരിക്കുന്നതും നന്നായിരിക്കും. മകരരാശി. ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ 30 നാഴി കൂടി ചേരുന്ന 2.25 നക്ഷത്രമാണ് മകരരാശി. മകരരാശിക്കാർക്ക് പൊതുവെ ഈ വാരം ദാമ്പത്യ സുഖക്കുറവും ബന്ധുജന വിരോധവും ശാരീരിക ക്ലേശങ്ങളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സന്താന ഗുണം പ്രതീക്ഷിക്കാം. ദാമ്പത്യമായിട്ട് വിട്ടു നിൽക്കേണ്ട അവസ്ഥകളോ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളോ പ്രയാസങ്ങളോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ കാലുവേദനയും നടുവേദനയൊക്കെ അനുഭവപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കാം. കുംഭരാശി. അവിട്ടത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും ചതയവും പൂരിട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് ഈ വാരം സന്താന ഗുണവും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം. ഗൃഹവാഹനാദി ഗുണം ഈ വാരത്തിലുണ്ടാകും. ദാമ്പത്യമായിട്ട് ചെറിയ ചെറിയ പ്രയാസങ്ങളോ അസ്വസ്ഥതകളോ വിഷമങ്ങളൊക്കെ അനുഭവപ്പെടാനും സാധ്യത വളരെ കൂടുതലാണ്. ആരോഗ്യപരമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വീഴ്ചകളോ മുറിവുകളോ അപകടങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദോഷപരിഹാരമായിട്ട് ശനിപ്രീതി വരുത്തുക. ശാസ്താക്ഷേത്രത്തിൽ പോകുന്നതും നീല വസ്ത്രം കൂടുതലായി ഉപയോഗിക്കുന്നതും വളരെ നന്നായിരിക്കും. മീനൻ രാശി. പൂരിട്ടായുടെ അവസാനത്തെ 15 കഴിഞ്ഞ് ഉത്രട്ടാതി രേവതിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മീനൻ രാശി. മീനൻ രാശിക്കാർക്ക് ഈ വാരം സഹോദരാദി ഗുണവും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല. ചെറിയ ചെറിയ വിഷമങ്ങളോ പ്രയാസങ്ങളോ മനസ്സമാധാനക്കുറവുകളോ എന്തെങ്കിലും വിധത്തിൽ ശാരീരിക ക്ലേശങ്ങളോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. നീർദോഷ സംബന്ധമായിട്ടുള്ള അസുഖം, ജലദോഷം, തൊണ്ടവേദന, കഫക്കെട്ട്, കാലുവേദന തുടങ്ങി ശാരീരികമായിട്ടുള്ള ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യത ഈ വാരത്തിൽ കൂടുതലാണ്. സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിക്കുക. ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ പോകുന്നത് വളരെ നന്നായിരിക്കും. ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. ആറ്റുകാൽ ജ്യോതിശാസ്ത്രം പരിപാടി ഈ ആഴ്ചത്തെ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. കത്തുകൾ അയക്കേണ്ട വിലാസം: ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ, രമാ ജ്യോതിഷാലയം, മണക്കാട് PO, തിരുവനന്തപുരം 9.